നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ വിജയം കോൺഗ്രസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള ഇനി തുടർന്നുള്ള ചർച്ചകളെല്ലാം വരുന്നത് അൻവറിനെ UDF തള്ളുമോ കൊള്ളുമോ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സതീശൻ നേരത്തെ ധീരമായി എടുത്ത ആ ഒരു നിലപാട്, അതായത് ഇലക്ഷന് മുന്നേ തന്നെ എടുത്ത നിലപാട് ഏറെ പ്രശംസനീയമായിരുന്നു. അപ്പോൾ വീണ്ടും സതീശൻ അതേ നിലപാട് തന്നെ തുടരുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിലപേശലിന് വഴങ്ങില്ല, തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിനേക്കാൾ നല്ലത് ഇതങ്ങ് പിരിച്ചുവിടുന്നതാണ്. വളരെ നല്ല, എന്താ പറയേണ്ടത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയാണത്. പക്ഷേ അപ്പോൾ കോൺഗ്രസ്സിൽ പലർക്കും അഭിപ്രായം ഉണ്ടാകാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിലപേശലും എല്ലാം ഉള്ളത് തന്നെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം, വിട്ടുവീഴ്ചകൾ വേണം എന്നുള്ള ഒരു അഭിപ്രായം മറ്റ് പാർട്ടികളെക്കാളും UDF ഉണ്ടാവും, കോൺഗ്രസ്സിൽ പ്രത്യേകിച്ചും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അതെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഭരണവർക്കും പോണവർക്കും കയറി അടിച്ചിട്ട് പോകാവുന്ന തരത്തിലുള്ള ജനാധിപത്യമാണ് ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശനെതിരെ ഉള്ള ഒരു അണിയറ ഒരുക്കങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സതീശൻ ആ കടുത്ത നിലപാടിൽ തന്നെയാണ്, ഒരു കാരണവശാലും അൻവറിനെ UDF പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. ഇത് ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സതീശന് ദോഷമായി വരുമോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരെ, അതായത് നിലമ്പൂർ ഇലക്ഷൻ വരെ VD സതീശൻ്റെ കാര്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാടിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. K. സുധാകരനെ പുറത്താക്കാൻ വേണ്ടി VD സതീശൻ പിന്നെ ചരട് കളിച്ചിട്ടുണ്ട്, പുറകിൽ ഒരുപാട് കാര്യങ്ങൾ കളിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒറ്റയ്ക്ക് എത്താനുള്ള തന്ത്രത്തിലാണ് VD സതീശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് VD സതീശനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ തന്നെ ഉള്ളിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നാണ് വിമർശനങ്ങൾ വരുന്നത്, നമുക്കറിയില്ല. പക്ഷേ ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് VD സതീശൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ഇലക്ഷനോടുകൂടി ഈ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചാലും അതെൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇതിൽ നല്ലത് സംഭവിച്ചാൽ, അതായത് വിജയിക്കുകയാണെങ്കിൽ അത് കൂട്ടായ ഉത്തരവാദിത്വവും, പരാജയപ്പെട്ടാൽ അതെൻ്റെ സ്വന്തം ഉത്തരവാദിത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഈ നിലമ്പൂർ ഇലക്ഷനിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ ആർക്കും പ്രവചിക്കാനാവാത്തൊരു കാര്യമായിരുന്നു. ഇപ്പുറത്ത് സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് ഉള്ളത്, ഒരു ഊതിപ്പെരിപ്പിച്ചൊരു ബലൂണാണ് സ്വരാജ് എങ്കിൽ പോലും ആ ഒരു ബിംബം ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? CPM കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം VD സതീശൻ്റെ ആത്മാഭിമാന ബോധത്തിന് വലിയ കളങ്കം അല്ലെങ്കിൽ മുറിവ് ആരേൽപ്പിച്ചിട്ടുണ്ട്? PV അൻവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അഥവാ തോറ്റാൽ ഞാനങ്ങ് ഇട്ടങ്ങ് പോവാം എന്നുള്ള നിലപാട് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. അല്ലെങ്കിൽ തോൽവി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും കൂടെ VD സതീശനെ കടിച്ചു കീറുന്ന നിലപാടിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. നിലമ്പൂരിൽ വലിയ വിജയം ഉണ്ടായി. അതുകൊണ്ട് തന്നെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് വളരെയധികം കരുത്തനായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കോൺഗ്രസിൽ എന്താണ് VD യുഗം, അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ VD യുഗമാണ് കോൺഗ്രസിൽ വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏത് പേര് എന്ന് ചോദിച്ചാൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, അത് VD സതീശൻ്റെ പേരാണ്. വേറെ ആരുടെയും പേര് ഇനി കോൺഗ്രസ് പരിഗണിക്കില്ല. ഈ നിലമ്പൂർ ഇലക്ഷനോട് സെമി ഫൈനൽ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അതോടുകൂടി VD സതീശൻ കൂടുതൽ കരുത്തനും ശക്തനുമായി മാറിയിട്ടുണ്ട്. അതല്ല, ഇപ്പോൾ പറയും PV അൻവർ പിണറായിസത്തിനെതിരെയാണ് ആ 19,000 ചില്ലറ വോട്ട് നേടിയത്, പിണറായിസത്തിനെതിരെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താണ്? പിണറായിസത്തിനെ ചെറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അൻവറിനെ സ്വീകരിക്കുക എന്നതല്ലേ ഉത്തമം എന്ന് പലരും പറയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനിപ്പോൾ PV അൻവർ വേണ്ട. ഈ കോൺഗ്രസിലും UDF പിണറായിയെ നേരിടാനും LDF നേരിടാനും കമ്മ്യൂണിസത്തെ നേരിടാനും ഇനി LDF ഏത് ഇസം വന്നാലും അതിനെ നേരിടാൻ ശക്തരായവർ തൽക്കാലം കോൺഗ്രസിലും UDF ഇല്ലേ? അപ്പൊ പിന്നെ അതിനെ ഇപ്പൊ PV അൻവറിനെ പോലെ ഒരാളെ തിരികെ കയറ്റേണ്ട ആവശ്യമില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കേ ഉള്ളൂ. അല്ല, ആവശ്യമില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് PV അൻവർ എത്തേണ്ടത് PV അൻവറിന്റെ മാത്രം ആവശ്യമാണ്, അല്ലാതെ കോൺഗ്രസിന്റെ ആവശ്യമല്ല. നമ്മളിപ്പോൾ വിചാരിച്ചില്ലേ PV അൻവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പിന്നെ എന്താണ് UDF വിജയിക്കാൻ സഹായിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. കാരണം UDF ആത്മാഭിമാനം കളയാതെ തന്നെ 12,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു. UDF ആത്മാഭിമാനവും കളഞ്ഞ് അവരെ കുളിച്ച തെറികൾ മുഴുവൻ കേട്ട് PV അൻവർ വെക്കുന്ന ഒരു ഉപാധിയുടെ പുറത്ത് കോൺഗ്രസ് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷവും BJPയും ഒക്കെ എത്രത്തോളം കോൺഗ്രസിനെ ആക്രമിക്കും? ഒരു നിലപാടുമില്ലാത്ത പാർട്ടി എന്ന് പറയില്ലേ? അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണാൻ പോയപ്പോൾ കാല് പിടിക്കാൻ പോയി എന്ന് പറഞ്ഞ മാധ്യമങ്ങളും പാർട്ടിക്കാരുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് PV അൻവറിനെ കൂട്ടിയില്ല.
ജയിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ, 12,000 വോട്ടിന് ജയിച്ചില്ലേ, അതാണ് ഈ പറയുന്ന ഒരു കളി എന്ന് പറയുന്നത്. ഇനി ചേച്ചി പറഞ്ഞ കാര്യത്തിലേക്ക്, അതായത് ഈ UDF സംബന്ധിച്ചിടത്തോളം PV അൻവറിന് ആവശ്യമില്ല. പക്ഷേ PV അൻവറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അധികാരത്തിൻ്റെ എന്താണ് ഈ അപകർഷണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ടാണല്ലോ ആഭ്യന്തരോ വനം വകുപ്പോ എല്ലാം ചോദിച്ചത് കിട്ടിയ അവസരത്തിലേക്ക്. അപ്പൊ അൻവറിന് കോൺഗ്രസിനെ കുറിച്ചൊരു ധാരണയുണ്ട് എന്നാണ്, ചിലപ്പോൾ ഡിമാൻഡ് ചെയ്താൽ കിട്ടും, ഈ കോൺഗ്രസ്സിലുള്ളവർ ഇതിന് അനുവദിക്കുമായിരിക്കും എന്നുള്ള. കാരണം ഈ പടലപ്പിണക്കങ്ങൾ അതായത് മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള മനസ്ഥിതിയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത്. അപ്പോൾ ഈ VD സതീശനൊന്ന് താഴ്ന്നു കിട്ടാൻ ആഗ്രഹമുള്ളവർ PV അൻവർ കയറണമെന്ന് ആഗ്രഹിക്കും. കാരണം വേണ്ട എന്ന് VD സതീശൻ ശക്തമായി വാദിക്കുമ്പോൾ ഇവൻ്റെ അഹങ്കാരം ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഉണ്ടാവുമല്ലോ. അവർ PV അൻവറിൻ്റെ ഈ UDF പ്രവേശനത്തെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ PV അൻവറും ആലോചിച്ച് കാണും, എനിക്ക് കയറി പറ്റാം. അപ്പോൾ ഈ കയറുന്ന സമയത്ത് എന്തോ കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്ന് പറയുന്നത് പോലെ ആ സമയത്ത് തന്നെ ചോദിച്ചു, ആഭ്യന്തര വകുപ്പും വനം പ്രയോജനമുള്ള എല്ലാ വകുപ്പുകളും ചോദിച്ചു. എന്തായാലും അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചോദിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? കാരണം LDFൻ്റെ MLA ആയി ഇരുന്നിട്ട് 2 തവണ ഇരുന്നിട്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവിടെ എന്ത് അഴിമതിയോ കച്ചവട താല്പര്യങ്ങളോ, അതായത് LDFൽ എന്തോ ഉണ്ടായിക്കോട്ടെ, അൻവർ അതിന് കൂട്ടുനിന്നയാളല്ലേ. അവരുമായി സംസാരിച്ച ഫോൺ രേഖ അടക്കം, അതായത് വിശ്വസ്തരായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതെല്ലാം വെളിയിൽ പുറത്തേക്ക് കൊടുത്ത് ഇതുപോലൊരു വൃത്തികെട്ട പരിപാടി കാണിച്ച, രാഷ്ട്രീയത്തിൽ എല്ലാം ഈ കുതികാൽ വെട്ടലും കാലുവാരലും എല്ലാം ഉണ്ട്, സ്വാഭാവികം തന്നെ. പക്ഷേ ഇത് അതിൻ്റെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഒരാളെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് മാത്രമല്ല, PV അൻവർ വളരെ ഫലപ്രദമായ ആളുകളെ പറ്റിച്ചൊരു വ്യക്തിയാണ്. കാര്യം 2 ടേം MLA ആയിരുന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു അവിടുത്തെ വന്യമൃഗശല്യങ്ങൾക്ക് വേണ്ടി? ഈ പറയുന്ന മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇന്നലെയാണോ PV അൻവറിന് മനസ്സിലായത്? എന്നിട്ട് പറഞ്ഞ് കരയാണ്, കർഷകരെ കുറിച്ച് പറഞ്ഞ PV അൻവർ കരയുന്നു. നാണമുണ്ടോ? അതാണ് ഒരു ഇത്രയും കാലം MLA ആയിരുന്നിട്ട് ഇയാളുടെ MLA ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ ഒരു സോളാർ വേലിയെങ്കിലും കെട്ടാൻ പോലും PV അൻവർ തയ്യാറായോ എന്നുള്ളതാണ്. ഈ MLA ആണല്ലോ നമ്മൾ വിജയിപ്പിച്ചു വിടുന്നത്, ഭരണപക്ഷത്തെ MLA ആയിരുന്നല്ലോ. ഒരുപാട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറ്റതോഴനും കടന്നൽ രാജയുമായി വാണൊരു കാലമുണ്ടല്ലോ. അന്ന് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ സ്നേഹം എവിടെ പോയിരുന്നു? ഈ പാവപ്പെട്ട തൊഴിലാളി വർഗത്തോട് അല്ലെങ്കിൽ ഈ പറയുന്ന മലയോര കർഷകരോടുള്ള സ്നേഹം PV അൻവറിന് എവിടെ പോയിരുന്നു? എവിടെയും പോയിട്ട് അദ്ദേഹത്തിന് അത് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടെ PV അൻവറിന്റെ ചില കച്ചവടങ്ങൾ നടക്കാതായി. ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണം കടത്തിയതോ RSSുമായിട്ട് അനിൽകുമാറിന് ബന്ധമുണ്ടായതോ സുജിത് ദാസിന്റെ പ്രശ്നങ്ങളോ പിണറായിയോടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമല്ല അൻവറിന്റെ പ്രശ്നം. അൻവർ അന്ന് ആ പ്രശ്നം ഉണ്ടായതിൻ്റെ, അതായത് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അനിൽകുമാറിനെതിരെയും പിന്നെ ഈ സുജിത് ദാസിനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന സമയത്തും പറഞ്ഞത് എന്താണെന്നറിയോ? പിണറായി എൻ്റെ പിതൃതുല്യനാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ പിണറായിക്കെതിരെ തെറി പറയാൻ തുടങ്ങി. മാറ്റി പിണറായി പിതൃതുല്യൻ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ പിണറായിയുടെ പിതാവിനെ പറയാൻ തുടങ്ങി. അത് പിണറായിയുടെ ആ രീതി വരെ പറഞ്ഞു. പിണറായിയുടെ പിന്നെ അത് തന്ത വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള പറഞ്ഞവർ പിന്നെ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. ഈ ഒരാളെ ആരും ഉൾക്കൊള്ളേണ്ട കാര്യം അല്ല. എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പിന്നീട് പുള്ളി എടുത്ത പരിപാടിയാണ് എന്ത്? കർഷക സ്നേഹം. പെട്ടെന്ന് കർഷക സ്നേഹത്തിലേക്ക് മാറി. രണ്ടാമത്തത് RSSന് ഊന്നി. പൂരം കളിക്കലും അടക്കമുള്ള RSS കാര്യങ്ങളിലേക്ക് വളരെ തന്ത്രത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി ഈ പറയുന്നത് പോലെ എന്താ ഇതിൻ്റെ അകത്ത് ഈ LDFനകത്ത് മരിമോനിസമാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതും എടുത്തു പിടിച്ചു. എന്നിട്ട് RSSും ഇത്തരം സാധനങ്ങളും കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ആളുകളെ വേട്ടയാടുകയാണ്, പിന്നെ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള കുറേ ആളുകൾ വിചാരിച്ചു അതെ PV അൻവർ ഞങ്ങളുടെ ഭാഗത്താണ്. എൻ്റെ മനുഷ്യന്മാരെ, PV അൻവർ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഇത്രയും കാലം PV അൻവർ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത് എന്നൊരു ചോദ്യമില്ല. അതിലൊരു കാര്യമേ ഉള്ളൂ പാർത്ഥ, കുറച്ചു കാലം കുറച്ചുപേരെ പറ്റിക്കാം, പക്ഷേ എല്ലാ കാലത്തും എല്ലാരെയും പറ്റിച്ച് ജീവിക്കാൻ ഒരു അൻവറിനും കഴിയില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ VD സതീശന്റെ നിലപാടിൽ അതും കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. VD സതീശൻ ഈ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? ഈ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്നതിനേക്കാൾ നല്ലത് അങ്ങ് പിരിച്ചു വിടുന്നതാണ് എന്നാണ്. കൃത്യമായ നിലപാടെടുത്ത കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ മുന്നോട്ട് പോയ ഒരാളാണ് VD സതീശൻ. ഇതിനിടയ്ക്ക് ഈ ചെന്നിത്തല ഉൾപ്പെടെ സുധാകരൻ ഉൾപ്പെടെ സണ്ണി ജോസഫ് ഉൾപ്പെടെ പറഞ്ഞു അത്രയും വോട്ടൊക്കെ നേടിയില്ലേ, നമുക്കൊന്ന് പരിഗണിക്കാം, നമുക്ക് നോക്കാം, എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃത്യമായി സതീശൻ പറഞ്ഞു ഒരു താക്കോലും കൊണ്ടും വരണ്ട, ഇനി ആ അടഞ്ഞ അധ്യായം അടഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കും എന്നുള്ളത്. ഇനി
ഇനി പി വി അൻവറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും വോട്ട് ഇനി അൻവറിന് കിട്ടില്ല. അതാണ് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം സതീശന്റെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് പറയേണ്ടി വരും. അത് കോൺഗ്രസ് പാർട്ടിയോട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ വിഷയാധിഷ്ഠിതമായി അതിനെ നോക്കിക്കാണുമ്പോൾ അങ്ങനെയാണ്. എന്തായാലും RSSനെ എടുത്തു കൊടുക്കാനിറങ്ങിയ പി വി അൻവറിന് കിട്ടിയ പണി ഒരു പാർട്ടിയിലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചധികം അഴിമതിയൊക്കെ നടത്തി, പിന്നെ ഈ കക്കാടംപൊയിലൊക്കെ കുറച്ച് മണ്ണിടിച്ച് ഈ കാട്ടിന്റെ ഉള്ളിൽ വനമാണ് മൂപ്പർക്ക് താല്പര്യം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വലിക്കാം? ഈ റിപ്പോർട്ടർ ചാനലിൽ ആൻഡോ അഗസ്റ്റിനും പി വി അൻവറും തമ്മിലുള്ള ബന്ധമൊക്കെ അന്വേഷിച്ചു പോയാൽ നമുക്ക് പല ഉത്തരങ്ങളും കിട്ടും. ശരി.